ഹലോ, ഇതെൻ്റെ വാട്ട് ഈറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ കുറച്ച് ഇന്നലത്തെ എൻ്റെ ടേസ്റ്റി ഡിഷസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ എടുത്തിരുന്നത് മസാല ദോശയായിരുന്നു. അപ്പോൾ സാമ്പാറും ചമ്മന്തിയും സാമ്പാറും 2 ടൈപ്പ് ചമ്മന്തിയും എല്ലാം ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മസാല ദോശ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. നമുക്ക് പുറത്തു പോകലും കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിങ് ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസവും കുക്ക് ചെയ്യാനായിട്ടൊരു മൂഡില്ലായിരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശ കഴിച്ചു. അപ്പോൾ അതിന് ശേഷം മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഗ്രേപ്സ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ഇത്രയും ഗ്രീൻ ആയിട്ടിരിക്കുന്നെങ്കിലും ഭയങ്കര മധുരമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗ്രേപ്സാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഗ്രേപ്സ് ഒരു ബൗൾ കഴിച്ചു. അതിനുശേഷം കുറച്ച് ഒരു ഓറഞ്ച്, നല്ല മധുരമുള്ള കുറച്ച് പുളിപ്പും കുറച്ച് മധുരമൊക്കെ ഉള്ള നല്ല അടിപൊളി ഓറഞ്ചാണ്. അപ്പോൾ ആ ഓറഞ്ചും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എടുത്തു. അപ്പോൾ അതിനുശേഷം പിന്നെ വലിയ കാര്യമായിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസത്തെ ക്യാബേജ് തോരനും മോര് കാച്ചിയതും ഐറ്റംസൊക്കെ ഉണ്ട്. ഇന്ന് സിമ്പിളായിട്ട് ഒരു മുട്ട പൊരിക്കലും ഫിഷ് പൊരിക്കൽ അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഫിഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് വലിയ കുക്കിംഗ് ഒന്നുമില്ല. കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ എക്സ്ട്രാ കറികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള സ്പെഷ്യൽ നെത്തോലി ഫ്രൈ ആണ്. അപ്പോൾ അത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ചോറും കാര്യങ്ങളും എല്ലാം റെഡിയാകുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഉച്ചയൂണ് തന്നെ. ഈ കറികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഈ സെയിം തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ സ്പെഷ്യലായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല കിച്ചണിൽ. ഇത് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ക്യാബേജ് കഴിഞ്ഞ ദിവസം റെഡിയാക്കിയ സെയിം ക്യാബേജ് തോരൻ. അപ്പോൾ ഫിഷ് ഫ്രൈയും ക്യാബേജ് തോരനുമാണ് നമ്മുടെ ഇന്നും ലഞ്ചിന് എടുക്കുന്നത്. പിന്നെ മോര് കാച്ചിയത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഒരു സിമ്പിൾ മോര് കാച്ചിയത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ മോര് കാച്ചിയതാണ്, ഒരു തട്ടിക്കൂട്ട് മോര് കാച്ചിയത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും വത്തൽമുളകും സവോളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയത്. അപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോര് കാച്ചിയതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഇന്നലത്തെ ഒരു സിമ്പിൾ ലഞ്ചെന്ന് പറയുന്നത്. കുറച്ച് ചോറ്, അതിലേക്ക് കുറച്ച് മോര് കാച്ചിയത് ഒഴിച്ചു. പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ, കുറച്ച് ഫിഷ് ഫ്രൈ, ഒരു ചെറിയ പീസ് മുട്ട പൊരിച്ചത്. അപ്പോൾ ക്യാബേജ് തോരനും മോര് കാച്ചിയതും ഒക്കെ കഴിഞ്ഞ ദിവസത്തെ തന്നെയാണ്. പിന്നെ ഞാൻ പുതിയതായിട്ട് റെഡിയാക്കിയത് ഫിഷ് ഫ്രൈയും മുട്ട പൊരിച്ചതും എഗ് ഓംലെറ്റും മാത്രമാണ് പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്തത്. ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസത്തെ കറികൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ മോര് കാച്ചിയത് ഇരുന്നോളുമല്ലോ, നമ്മൾ കാച്ചി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേയ്സ് ഫ്രിഡ്ജിൽ ഇരുന്നോളും. അപ്പോൾ അത് കഴിക്കാറാകുമ്പോഴത്തേനും തണുപ്പ് മാറാനായിട്ട് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അത് നല്ല ചൂട് ചോറിലേക്ക് നല്ല കാച്ചിയ മോരൊഴിച്ചപ്പോഴത്തേനും ആ ഒരു മോരിൻ്റെ ആ ഒരു തണുപ്പുണ്ടല്ലോ അതറിയുന്നില്ല. ചൂട് ചോറിൻ്റെ കൂടെ ആ തണുത്ത മോര് കാച്ചിയത് ബാലൻസായി പൊക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചാറെന്തോ മോരിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എക്സ്ട്രാ ഇനിയും പുളിയുള്ള അച്ചാറും കാര്യങ്ങളൊക്കെ എടുത്ത് കൂട്ടാൻ തോന്നിയില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മോര് കാച്ചിയതും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു നെത്തോലി ഫ്രൈ വെച്ച് കൊടുത്തിട്ട് അത് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് അവൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ചോക്ലേറ്റാണ്.
അപ്പോൾ അത് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഒക്കെ കൊണ്ടു തന്നു. തുർക്കിയിൽ ഒക്കെ പോയപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കൊണ്ടു തന്നതാണ്. പിന്നീട് ഇതെന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് 3 കോണ് ബോയിൽ ചെയ്തു. ഒരെണ്ണം എന്ന് പറയുന്നത് എരിവും ഉപ്പും ഒന്നും ചേർക്കാത്തത് മോൾക്കുള്ളത്, മറ്റേത് കുറച്ച് ചില്ലി പൗഡറൊക്കെ കൂടുതൽ ഇട്ടിട്ടുള്ളത് എനിക്കുള്ളതാണ്. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും സാറാക്ക് കുറച്ച് ചിക്കൻ പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചിക്കൻ പോപ്കോൺ റെഡിയാക്കി പൊരിച്ച് കൊടുത്തു. അതിനുശേഷം പിന്നീട് ഒരു ചെറിയൊരു ആഗ്രഹം തോന്നി. നല്ല ഗ്രീൻ ചില്ലി, നല്ല പച്ചമുളകും ഉള്ളിയും ഒക്കെ ചതച്ച് ചേർത്തിട്ട് ഒരു പച്ചമുളക് ചമ്മന്തി ഉണ്ടാക്കി. അതിൻ്റെ കൂടെ ഒരു 2-3 സ്വീറ്റ് പൊട്ടറ്റോ, 2-3 കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ പുഴുങ്ങിയെടുത്തു. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കൂടുതൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ഉപ്പും പിന്നെ കുറച്ച് കൊക്കനട്ട് ഓയിലും കൂടി നന്നായിട്ട് കൈകൊണ്ട് നല്ല ഞെരടി പിടിപ്പിക്കുകയാണ്. അപ്പോൾ കൈകൊണ്ട് സ്പൂണ് കൊണ്ടിട്ട് ഇളക്കിയാലൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് പിടിപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെ എന്തോ കഴിക്കാൻ തോന്നി. ഇത് സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക്, അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അത്യാവശ്യം മധുരമുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നു. അപ്പോൾ കുറച്ച് കുറച്ച് എരിവിന് കിടക്കട്ടെ, കുറച്ച് മുഴുപ്പിന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ചമ്മന്തിയും അതുപോലെ തന്നെ കുറച്ച് മധുരമുള്ള സ്വീറ്റ് പൊട്ടറ്റോയും. അപ്പോൾ എന്തോ ചെറുതായി വൈകുന്നേരം എന്തോ ഇങ്ങനെ ഒരു തോന്നൽ വന്നു. ഞാൻ അങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷേ എന്തോ ഇന്നങ്ങനെ കഴിക്കാൻ തോന്നി. അങ്ങനെ കുറച്ച് 2-3 പീസ് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തു. അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം, തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാറായിക്ക് ചട്നിയൊന്നും ഇല്ലാതെ സ്വീറ്റ് പൊട്ടാറ്റോ മാത്രം കുറച്ച് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒരു ഡിഫറെൻറ്റ് സ്വീറ്റ് പൊട്ടറ്റോ പോലെ തോന്നി. കാര്യം വെച്ചാൽ മധുരം കുറച്ച് മുന്നിലാണോ എന്നൊരു ഡൗട്ട് തോന്നി. ഇത്രയും മധുരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇനി വാങ്ങിക്കുമ്പോഴത്തേനും ഒരു യെല്ലോ കളറോ ഉള്ളിലൊരു ഓഫ് വൈറ്റ് കളറോ ഒക്കെ ഉള്ള ടൈപ്പ് നോക്കി വാങ്ങിക്കണം. ഇത് ഉള്ളിൽ ഓറഞ്ച് കളറുള്ള സ്വീറ്റ് പൊട്ടറ്റോ അത്യാവശ്യം ഭയങ്കര മധുരമായിട്ട് തോന്നി, ഒരു ഓവർ മധുരമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ കുറച്ച് ചമ്മന്തിയൊക്കെ ചേർത്ത് നല്ല വെളിച്ചെണ്ണയിൽ ചാലിച്ച നല്ല കൂടുതൽ വാളംപുളിയൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ ചാലിച്ച നല്ല അടിപൊളി ചമ്മന്തിയും സ്വീറ്റ് പൊട്ടറ്റോയും ചേർത്ത് കഴിക്കുകയാണ്. അപ്പോൾ ചമ്മന്തി അത്യാവശ്യം എരിവുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ആ ഒരു സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോയും അതുപോലെ തന്നെ ചില്ലി പച്ചമുളക് ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം മുതലേ എന്തൊക്കെയോ കുഞ്ഞു കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വൈകുന്നേരം മുതലേ എന്തൊക്കെയോ കഴിക്കലും കുറിക്കലും ഒക്കെ ആയിരുന്നത് കൊണ്ട് ഡിന്നർ കുറച്ച് ലൈറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എനിക്ക് മാത്രമല്ല, എനിക്കും സാറായിക്കും, ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഒരു എഗ്ഗ് കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ഇട്ട് പ്ലെയിനായിട്ട് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് അത് പൊരിച്ചെടുത്തു. അതിൻ്റെ മുകളിലേക്ക് 2 ബ്രെഡ്, ഒരു സിമ്പിൾ ബ്രെഡ് ഓംലെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു എഗ്ഗും 2 ബ്രെഡുമാണ്. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആയതുകൊണ്ട് പാനിലേക്ക് ഒരു 2-3 സ്ലൈസ് ബ്രെഡും കൂടെ ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ പാനിലേക്ക് 2-3 ബ്രെഡും കൂടി ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ സാറാക്ക് കൊഴുക്കേണ്ടത് കൊണ്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഭംഗിക്ക് വരയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫോണിൽ നോക്കി വരച്ചത് കൊണ്ട് എന്തൊക്കെയോ ഒരു ഷേപ്പായിപ്പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ മീലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇന്നലെ എടുത്തിരുന്നത് ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. കാര്യമായിട്ട് എന്തൊക്കെയോ ഐറ്റംസ് കഴിച്ചത് കൊണ്ട് വലിയ വിശപ്പില്ലായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ഓറഞ്ച് കഴിച്ചു. അതിനുശേഷം പിന്നീട് ഒരു ബൗള് പേരയ്ക്ക കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.